ഒരു ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ വരുമ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ കൗൺസിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കേൾവിക്കുറവേ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെയും നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ ഹിയറിംഗ് എയ്ഡ്സ് മാത്രമാണ് എന്നൊക്കെ ആയിരുന്നു. പക്ഷേ അതിന് വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. സോ ഞാനതൊരു സ്റ്റോറി ആയിട്ട് പറഞ്ഞുതരാം. ഹിയറിംഗ് ലോസിൻ്റെ കാര്യത്തിനകത്ത് ഒരു 3 ടൈപ്പിലുള്ള ട്രീറ്റ്മെൻറ്റ് റിസർച്ചുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1 മോളിക്കുലർ തെറപ്പി, 2 ജീൻ തെറപ്പി, 3 സ്റ്റെം സെൽ തെറപ്പി. ഓക്കെ, സോ റിസർച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ ഒരു നഷ്ടപ്പെട്ടു പോയ കേൾവിനെ വീണ്ടും എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സ്റ്റഡീസിലോടുകൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇംഗ്ലണ്ടിൽ 18 മാസം പ്രായമായിട്ടുള്ള ഒപ്പൽ സാൻഡി എന്ന് പറയുന്ന ഒരു കുഞ്ഞ്. ഓക്കെ, അപ്പോൾ ആ ഒരു കുഞ്ഞിന് സക്സസ്ഫുൾ ആയിട്ട് ജീൻ തെറപ്പി വഴി ആ ഒരു കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയ കേൾവിനെ തിരിച്ച് റീഗെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. ഇതൊരു ചെറിയ വാർത്തയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല, നമുക്കൊക്കെ ഒരുപാട് പ്രതീക്ഷ തരുന്ന വലിയൊരു വാർത്തയാണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഇതുവരെയും നമ്മുടെ മുന്നിൽ ഒരു നഷ്ടപ്പെട്ടു പോയ കേൾവിനെ വീണ്ടും റീഗെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പം ഒരു ജനിച്ച് വീഴുന്ന കുഞ്ഞിനെ തന്നെ ഒരു കേൾവിക്കുറവ് കണ്ടുപിടിക്കുന്നു എന്നുണ്ടെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് വയ്ക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സർജിക്കലി കോക്ലിയർ ഇംപ്ലാന്റ് വയ്ക്കുക എന്നല്ലാണ്ട് നമ്മുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോയ കേൾവിനെ വീണ്ടും തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഇതുവരെയും വേറെ ഓപ്ഷൻസ് ഇല്ല. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ മാറി മറിഞ്ഞത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി പറഞ്ഞ പോലെ ജീൻ തെറപ്പി വഴിയാണ് അവർക്കത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. ഈ ഒരു ഒപ്പൽ സാൻഡി എന്ന് പറയുന്ന കുഞ്ഞിന് ജനിക്കുമ്പോഴേ ഒരു ഡെഫ്നെസ് ഉണ്ടായിരുന്നു, ഓഡിറ്ററി ന്യൂറോപ്പതി സ്പെക്ട്രം ഡിസോർഡർ. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ OTOF എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ട്. അതൊരു ജനറ്റിക് കണ്ടീഷനാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ജീനിന് വരുന്ന പ്രശ്നം കാരണം വന്നിരിക്കുന്ന ഒരു കേൾവിക്കുറവാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ജീനുകളുണ്ട്, അതിനകത്ത് ഒരു ജീൻ മാത്രമാണ് ഈ ഒരു OTOF എന്ന് പറയുന്ന ജീൻ. ഓക്കെ, ഈ ഒരു ഓട്ടോഫ് എന്ന് പറയുന്ന ജീൻ ഓട്ടോഫെർലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ശബ്ദങ്ങൾ പുറമേ നിന്ന് വരുന്നു, നമ്മുടെ ഇയർ കനാൽ അത് പിക്ക് ചെയ്ത് ഇയർ ഡ്രം വൈബ്രേറ്റ് ചെയ്ത് ഇയർ ഓസിക്കിൾസ് വൈബ്രേറ്റ് ചെയ്ത് നമ്മുടെ കോക്ലിയയുടെ അകത്ത് ശബ്ദങ്ങൾ എത്തുന്നു. ഈ കോക്ലിയയുടെ അകത്ത് ശബ്ദങ്ങൾ എത്തിയാൽ ഈ കോക്ലിയയിൽ നിന്ന് അടുത്ത് പോകേണ്ടത് ഓഡിറ്ററി നെർവിലോട്ടാണ്, കേൾവിയുടെ ഞരമ്പിലോട്ടാണ്. അത് കഴിഞ്ഞിട്ടാണ് ബ്രെയിനിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓട്ടോഫെർലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ, OTOF എന്ന് പറയുന്ന ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓട്ടോഫെർലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ കോക്ലിയയിൽ നിന്ന് സിഗ്നൽസ് ഓഡിറ്ററി നെർവിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞിന് ഒപ്പൽ സാനി എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിന് ഓട്ടോഫ് എന്ന് പറയുന്ന ജീനിന്റെ മ്യൂട്ടേഷൻ കാരണം ഓട്ടോഫെർലിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് സിഗ്നൽസ് ഓഡിറ്ററി നെർവിലോട്ട് കറക്റ്റായിട്ട് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു അതുവരെ. സോ ഈ ഒരു പ്രൊഫസർ മനോഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇയർ സർജനും പിന്നെ പുള്ളിയുടെ കുറച്ച് കൂട്ടാളികളും പിന്നെ ഈ പറയുന്ന ഒരു ബയോടെക് കമ്പനി കോൾഡ് റീജനറോൺ എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്നിട്ട് ആർട്ടിഫിഷ്യലി ഈ ഒരു ഓട്ടോഫ് എന്ന് പറയുന്ന ജീനിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു കുഞ്ഞിന്റെ കോക്ലിയുടെ അകത്തോട്ട് കൊണ്ടുപോയി സർജിക്കലി ഇടുകയാണ്. ഈ ഒരു സർജറിക്ക് ഏകദേശം ഒരു 16 മിനിറ്റ് സമയം മാത്രമേ എടുത്തുള്ളൂ. ഓക്കെ, സർജറി കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് അവർ വെയിറ്റ് ചെയ്യാണ്. ഒരു 13 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഒരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ തോന്നി തുടങ്ങി. ഒരു 24 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡയഗ്നോസ്റ്റിക്കലി ഈ ഒരു കുഞ്ഞിന്റെ കേൾവി പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയ ഓൾമോസ്റ്റ് ഡെഫ് ആയിരുന്ന ഈ ഒരു കുഞ്ഞിന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് കേൾക്കാൻ പറ്റുന്നു. സോ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജീൻ തെറപ്പി വഴി ലോകത്ത് സക്സസ്ഫുൾ ആയിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഒരു കുഞ്ഞിന്റെ കേൾവിനെ റീഗെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റി എന്നതാണ്. പക്ഷെ മനസ്സിൽ വെച്ചിരിക്കുക, നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരുപാട് ജനറ്റിക് കണ്ടീഷൻസ്. ഇത് ഒരൊറ്റ ജീൻ മാത്രമാണ്. OTOF എന്ന് പറയുന്നത് ഒരൊറ്റ ജീൻ മാത്രമാണ്. നമുക്കൊരു 1000 കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരൊറ്റ കാരണം മാത്രമാണ് ഈ ഒരു OTOF എന്ന് പറയുന്ന ജീനിന് പ്രശ്നം വരുന്നത് കാരണം നമുക്ക് ഉണ്ടാകുന്ന കേൾവിക്കുറവ്. ഓക്കെ, സോ ഒരു വലിയൊരു മാറ്റത്തിന്റെ വളരെ കുഞ്ഞൊരു സ്റ്റെപ്പ് മാത്രമാണിത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭാവിയിൽ നമുക്ക് പനി വരുമ്പോൾ മരുന്ന് കഴിക്കുന്ന പോലെ മേ ബി ഒരു കേൾവിക്കുറവ് വരുമ്പോൾ നമുക്കത് മരുന്ന് കഴിച്ച് ശരിയാക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ടൊക്കെ എത്തുമായിരിക്കും എന്നൊരു ഹോപ്പ് തരുന്ന ഒരു വാർത്തയാണ് ഈ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇപ്പോൾ കൂടുതൽ പ്രായമായിട്ടുള്ള ആളുകൾക്ക് വരുന്ന ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ്, നമ്മുടെ കേൾവിയുടെ ഹെയർ സെൽസിന് ഡാമേജ് വരുന്നത് കാരണം വരുന്ന കേൾവിക്കുറവ്, അവിടെയൊക്കെ ഇതുപോലത്തെ സ്റ്റെം സെൽ തെറപ്പി അല്ലെങ്കിൽ മോളിക്കുലർ തെറപ്പിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തതാണ് ഈ ഒരു ജീൻ തെറപ്പി വഴി ഈ ഒരു കുഞ്ഞിന്റെ കേൾവിനെ തിരിച്ച് നോർമലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. സോ ഇനിയും ഒരുപാട് വർഷങ്ങൾ എടുക്കുമായിരിക്കാം വീണ്ടും പുതിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഭാവിയിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒരു കുഞ്ഞൊരു സർജറി അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിച്ച് ശരിയാക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ടൊക്കെ നമുക്ക് കേൾവിക്കുറവിനെ പരിഹരിക്കാൻ പറ്റും എന്ന് പ്രതീക്ഷ തരുന്ന
ഒരു വാർത്തയാണ് നമ്മളിപ്പം കേൾക്കുന്ന ഈ ഒരു ഇംഗ്ലണ്ടിലുള്ള ഓപ്പൽ സാൻഡി എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞിൻ്റെ ഒരു സക്സസ് സ്റ്റോറി. സോ യെസ്,